മാധ്യമ പ്രവർത്തകർക്ക് എന്താ കൊമ്പുണ്ടോ? ദേശീയ തലത്തിൽ കുറച്ചുകൂടി ഗൗരവത്തിലും അതൊരു എന്താ പറയാ സർക്കാരിനൊപ്പം നിൽക്കാത്തവരെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 1-2 മാധ്യമ പ്രവർത്തകരെ ആയിരിക്കാം ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. എല്ലാ മാധ്യമ പ്രവർത്തകരും വിമർശനങ്ങൾക്ക് വിധേയരാകേണ്ടി വരും. അവർക്കായി പ്രത്യേകം പരിഗണനയൊന്നുമില്ല. പക്ഷേ സ്മൃതി പറയുന്നു, കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകർ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നുവെന്ന്. ഇപ്പോഴും ഇടതു പ്രൊഫൈലുകളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കുന്നത് കൊണ്ടാണോ സ്മൃതി നിങ്ങൾ വിമർശിക്കപ്പെടുന്നത്? അല്ല. കാരണം അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ 90% വരുന്ന മാധ്യമ പ്രവർത്തകരും വേട്ടയാടപ്പെടുമായിരുന്നു. ഏറ്റവും ഒടുവിൽ പോലും നിങ്ങൾ വിമർശിക്കപ്പെട്ടത് സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിലല്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. മക്കറിക്കൊന്നും കൂടെ വരുന്നു ജയിച്ചിട്ട്. വാക്കുകൾക്ക് ഭാരമുണ്ടെന്നും അവ എവിടെത്തി തൊടുമെന്നും നിങ്ങൾ ഓർക്കേണ്ട സമയം ഇതുതന്നെയാണ്. സങ്കടം തോന്നി. എന്താ വെച്ചാൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്, അല്ലാണ്ട് ആരും പറയിപ്പിച്ചിട്ട് വന്നതല്ല. അന്ന് പോയത് ആരെങ്കിലും നിർബന്ധിച്ചിട്ടായിരുന്നോ? ഒരിക്കലല്ല, എനിക്ക് അവരെ കാണണം തോന്നി. സത്യത്തിന്റെ പക്ഷത്തു നിൽക്കേണ്ടവർ സൗകര്യത്തിന്റെ പക്ഷത്തു നിൽക്കുമ്പോൾ വേദന അനുഭവിക്കുന്ന സാധാരണക്കാരുടെ കണ്ണുനീർ പോലും നിങ്ങൾക്ക് വെറും കാഴ്ചയായി മാത്രമേ തോന്നുകയുള്ളൂ. ഞങ്ങൾക്ക് ആ ദുരന്തം കഴിഞ്ഞതിന് പിന്നെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് മന്ത്രിയും അതുപോലെ തന്നെ സർക്കാരും തന്നെയായിരുന്നു കൂടെ. അപ്പം നമുക്ക് നല്ലത് ചെയ്തു തരുന്ന ആളുകളെ കാണാൻ പോവുക, അവരുടെ അടുത്തുനിന്ന് ഒരു നന്ദി വാക്ക് അവർക്ക് പറയാം, അത്രേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ആ കണ്ണീരിനു പിന്നിൽ ജീവിതം തകർന്നവരുടെ നിലവിളിയുണ്ട്, നഷ്ടപ്പെട്ട സ്വപ്നങ്ങളുടെ ചിതലുകളുണ്ട്, വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന മനസ്സുകളുടെ കരുത്തുണ്ട്. ആ കരുത്തിന് നിറം പകർന്നവരെ അവർ കാണാനെത്തിയതിനെ നാടകമെന്ന് വിളിച്ച നിമിഷം മുതൽ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ ആത്മാവാണ് മങ്ങിപ്പോയത്. ഞങ്ങളിപ്പോ മരിച്ചു ജീവിക്കുന്ന ജീവചാവങ്ങളാണ്. ഞങ്ങളെക്കുറിച്ച് ഓരോ വേണ്ടാധീനങ്ങൾ ഈ ചാനലിലൂടെ അങ്ങനെ പറയുന്നത് കേൾക്കും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ വിഷമമുണ്ട്. കയ്യും കാലുമായി ബാക്കി വന്നവരുണ്ടായിരുന്നു. വൈകാരികമായിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വയനാട് ദുരന്തം കരഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്തു എന്നത് അവരെ അപമാനിക്കാനുള്ള നിങ്ങളുടെ അവകാശമല്ല. നിങ്ങളുടെ ആ വാക്കിന് സത്യത്തിന്റെ സ്വരമില്ലായിരുന്നു, അപമാനിക്കലിന്റെ രൂപമായിരുന്നു. നിങ്ങളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. പത്രസ്വാതന്ത്ര്യം അവസാനിക്കുന്നത് ഇവിടെ, at the tip of the citizen's nose. പൗരാവകാശത്തിന്റെ മൂക്കിന്റെ തുമ്പത്ത്. അതിനപ്പുറത്തേക്ക് കടന്നു കയറുന്നത് എന്തും പത്രസ്വാതന്ത്ര്യമല്ല, അട്രോസിറ്റി, ജേർണലിസം അല്ല, ജിങ്കോയിസം, മാധ്യമധർമ്മമല്ല, മാധ്യമ ഭീകരത, മീഡിയ ടെററിസം, മാധ്യമ നരഭോജിത്വം, മീഡിയ കാനിബാലിസം.